അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫ്രാൻസിസ് അസീസി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പിന്നിൽ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു റെവലേഷൻ എന്ന് പറയാം ഫ്രാൻസിസ് അസീസിക്ക് എന്തുണ്ടായിരുന്നു? 5 മുറിവുകൾ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു മുറിവ് ശരീരത്തിൽ ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ മരുന്ന് മേടിച്ച് അത് ബെറ്റാഡിനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉണക്കാൻ ശ്രമിക്കും. ഉണങ്ങാത്ത ഒരു മുറിവ് ശരീരത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വേദന വേറെ ഒന്നുമില്ലെന്നാ പറയുന്നത്. ഒരു ദിവസം പ്രാണവേദന സഹിക്കാൻ പറ്റാതെ ഫ്രാൻസിസ് അസീസി കുരിശിൻ്റെ മുമ്പിൽ പോയി കുരിശിനെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. എൻ്റെ പൊന്നു കർത്താവേ, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഫ്രാൻസിസ് അസീസി ഈശോയോട് പരാതി പറഞ്ഞ് അവസാനം പോയി കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രി വിശുദ്ധ ഫ്രാൻസിസിന്റെ അടുക്കൽ ഒരു വെളിപാടെന്ന പോലെ ഈശോ പ്രത്യക്ഷപ്പെടുക. ഈശോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വെറുതെ അല്ല, മറിച്ച് കുരിശിൽ ഇങ്ങനെ കിടക്കുക. കുരിശിൽ കിടക്കുന്ന ഈശോ ഈ ഫ്രാൻസിസ് അസീസിയെ നോക്കി പറയുന്നുണ്ട്, എടാ അസീസി, നീ വിചാരിക്കണ്ട ഈ വേദന നിന്റെയാണ്. എടാ, ഇത് നിന്റെ അല്ല, ഇതെന്റെയാ. ഇത് നിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ സഹിക്കുമ്പോഴാണ് നിനക്ക് ബുദ്ധിമുട്ട്. പക്ഷെ നീ ഇത് എനിക്കിതാ. ശരിക്കും പറഞ്ഞാൽ നിന്നേക്കാളും കൂടുതൽ വേദന എനിക്കാണ്. എന്നിട്ട് വലത് കൈ മരക്കുരിശിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തപ്പോ ഈ ആണി ഇങ്ങനെ തെറിച്ചു പോയി, ഒപ്പം അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ രക്തം തെറിച്ചു എന്നാ പറയുന്നത്. എന്നിട്ട് അവനിങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ വേദനയല്ല, മറിച്ച് ഇതെന്റെ വേദനയാണ്. നീ പറയണം, ഇത് നമ്മുടെ വേദനയാണ്. അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇതിലും വലിയ അത്ഭുതം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ കാലുവേദന. പ്രിയമുള്ളവരൊന്ന് മാറ്റി പിടിക്കാം. ഈശോയെ, നമ്മുടെ കാലുവേദനയുണ്ട. അപ്പം അവനും കൂടി ആയി ഉത്തരവാദിത്തം. ഈശോയെ, നമ്മുടെ വീട് ജപ്തിയാണ്ട. ഈശോയെ, എൻ്റെ വീട് ജപ്തിയാണ്. ഇനിയിപ്പോൾ ഞാനെന്തോടെ നീ എന്തെങ്കിലും കാണിക്കും. അവനെ പെടുത്തണോന്നേ. ആരാ? ഈശോയെ പെടുത്തണം. ഈശോ പെടാൻ തയ്യാറാണ്. ഇതിനേക്കാൾ കൂടുതൽ പെടാനില്ലല്ലോ അവൻ. അതുകൊണ്ട് അവൻ പെടാൻ തയ്യാറാണ്. അവന്റെ മുമ്പിൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഒരു വളർച്ച, ആത്മീയ വളർച്ച വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറയാം. അതുകൊണ്ട് ഈശോയുടെ കുരിശിന് കീഴെ നിൽക്കുന്ന ഫ്രാൻസിസ് അസീസി ഈ ഫ്രാൻസിസ്കൻ ഇയറിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിത്രത്തെ ഒന്ന് മാറ്റിപ്പതിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ഈശോ ഇപ്പോഴും വലതുകരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പുണ്യാളോട് പറയാം, പുണ്യാളെ, ഈ വർഷം നിന്റെ വർഷമായിട്ട് ആഘോഷിക്കണല്ലേ, കുറനാളായില്ലേ അവിടെ ഇങ്ങനെ നിൽക്കണം, കുറച്ചാൾ മാറിയിരിക്കും, ഞാൻ നിൽക്കട്ടെ. അസീസി വളരെ സന്തോഷത്തോടെ മാറിയേക്കും. ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചിന്ത, ഈശോ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കാം. എന്നിട്ട് പറയുന്നത്, എടാ നിന്റെ വേദനയല്ല, എടി ഇത് നിന്റെ വേദനയല്ല, ഇത് എന്റെയാ, ഇത് നമ്മുടെ വേദനയാ, നമുക്കൊന്ന് ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്.